ഹലോ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ട്. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാനാണ് വന്നത്. വേറെ ആരുമല്ല, ആക്ടർ ബാലയുടെയും ഗായിക അമൃത സുരേഷിൻ്റെ മകളായ അവന്തിക എന്ന് പറയുന്ന പാപ്പുവിൻ്റെ. ആ കുട്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടീൻ്റെതായ വിഷമങ്ങളാണ് ആ കുട്ടി പറഞ്ഞത്. എന്നുവെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് ക്ലിക്കായില്ല. പല ഇൻ്റർവ്യൂകളിലും ബാല പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അമൃത കൊച്ചു കുഞ്ഞാർന്നപ്പോൾ 3 വയസ്സുള്ളപ്പോൾ അമൃത കൊച്ചിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയതാ. പിന്നെ അവരായിട്ട് വേറെ ടച്ചില്ല എന്നൊക്കെ. പക്ഷെ ആ കുട്ടി ഇന്നലെ പറഞ്ഞത് ആ കുട്ടി കുഞ്ഞാർന്നപ്പോൾ 2 വയസ്സുള്ളപ്പോൾ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ആ കുട്ടി പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ അത് അച്ഛന് മോശമായിട്ടാണ് പറഞ്ഞത്. അച്ഛനെതിരായിട്ടാണ് പറഞ്ഞത്, മോശമായിട്ടെന്ന് ഞാൻ പറയില്ല. അച്ഛനെതിരായിട്ട് അച്ഛൻ കുടിച്ച് വന്നിട്ട് അമ്മേനെ തല്ലി. പിന്നെ ആ കുട്ടീൻ്റെ നേരത്തേക്ക് എന്തോ പ്ലേറ്റ് എറിയാൻ പോയി. അമ്മ അടുത്ത കാരണം കൊച്ചിനെ മേത്ത് കൊണ്ടില്ല എന്നൊക്കെ ആ കുട്ടി പറഞ്ഞ്. അതെന്തോ ആവട്ടെ, പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ആ കുട്ടി 12 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ ആൾക്കാർ അങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ പെണ്ണിപ്പറക്കി പരാതി പറഞ്ഞു ആ കുട്ടി. പക്ഷേ ഇന്ന് ഞാൻ അതിനെതിരെ ബാല വന്ന് കുറേ വിഷമങ്ങളൊക്കെ കാണിച്ചിട്ട് പോയി. എന്നുവെച്ചാൽ ബാലക്ക് ആ കുട്ടി പറയണതിന് മറുപടിയില്ല പറയാൻ. അതുകൊണ്ട് ബാല കുറ്റമായിട്ടൊന്നും കാണിച്ചില്ല, കുറച്ച് വിഷമങ്ങൾ കാണിച്ചിട്ട് ബാല പോയി. അത് കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് അമൃത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ ഇവർ പിരിഞ്ഞാലും കല്യാണം കഴിച്ചാലും തുടങ്ങി പിരിഞ്ഞ വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റും സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അമൃതയും വരും, ഇടയ്ക്കിടയ്ക്ക് ബാലയും വരും, അങ്ങാടും ഇങ്ങാടും വന്ന് കുറ്റം പറഞ്ഞിട്ട് അതും അറിയാം ആൾക്കാർക്ക്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബാലക്ക് സുഖമില്ലാതെ വന്നപ്പോൾ പാപ്പുവിനെ കാണണമെന്ന് പറഞ്ഞ് അമൃത കൊച്ചിനെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. പക്ഷെ ആ കുട്ടി ഇന്നലെ ആ ഒരു വീഡിയോയിൽ ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിഷ്ടമില്ലാണ്ട് എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണെന്ന്. അതൊരച്ഛനും സഹിക്കില്ല അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് അമൃത ആ കുട്ടീനോട് പറഞ്ഞ് തിരുത്തണം. എന്നുവെച്ചാൽ അറിവില്ലാത്ത കുട്ടിയാണ്. അവളെ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ എണ്ണിപ്പറക്കിയിട്ട് കാര്യമില്ല. പിന്നെ എനിക്കെന്ന് പറയാനില്ല, എനിക്കിപ്പോൾ അമൃതേനോടും ബാലേനോടും ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോടാണ്. ആ കുട്ടി അങ്ങനെ ഒരു അറിവില്ലാത്തൊരു പ്രായമാണ്, 12 വയസ്സായ ഒരു കുട്ടിയാണ്. ആ കുട്ടി അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്ന് ആ കുട്ടിക്ക് അറിവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ, എന്തിനാണ് ആ കുട്ടീനെ മോശമായ കമൻ്റ് ഇട്ട് വേദനിപ്പിക്കുന്നത്? എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ മോശമായി കമൻ്റ് ഇട്ട് ആ കുട്ടീനെ വേദനിപ്പിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് അമൃത പറയുണ്ടായി കുട്ടീൻ്റെ ഇതിലൊക്കെ പ്രതികരിച്ച് ആൾക്കാർ കള്ളീന്ന് വിളിക്കണ്, നുണച്ചീന്ന് വിളിക്കണ് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യണമെന്ന്. ദൈവത്തോർത്ത് നമുക്ക് മക്കളുള്ളതാണ്, അതോർത്ത് ആ 12 വയസ്സായ കുട്ടിക്ക് ഒരു അറിവും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടീനെ മോശമായി കമൻ്റ് ഇട്ട് വേദനിപ്പിക്കരുത്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ ചില ആൾക്കാർ ഞാൻ പറഞ്ഞതിനും എന്നെ തെറി പിടിക്കുമായിരിക്കും. അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് തൊലിക്കെട്ടി നല്ലോണമുണ്ട് കേൾക്കാൻ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സൈഡ് എല്ലാം ഒരു ബട്ടൺ ഉണ്ട്, അതിൽ നോക്കി ഒരു ലൈക്ക് അടിച്ചിട്ട് പ്ലീസ് പോയിക്കോ.